ജില്ലാ മുഷാവറ അംഗം ഹംസ ഫൈസി ഹൈത്തമിയെ സസ്പെൻഡ് ചെയ്തു. സമസ്തയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി സംസാരിച്ചെന്ന പരാതിയിലാണ് നടപടി. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, നടപടിയുടെ വിവരങ്ങൾ എന്താണ്? എന്തൊക്കെ അറിയാൻ കഴിയുന്നു നമുക്ക്? സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നായിരുന്നു പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള സജീവ ചർച്ചകൾ നടന്നിരുന്നത്. ഇന്നിപ്പോൾ സമസ്തയുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട മുഷാവറ കോഴിക്കോട് ചേർന്നിരുന്നു. അല്പസമയം മുമ്പാണ് മുഷാവറ അവസാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ മരണത്തിന് ശേഷം 40-ാം ദിവസം നടക്കുന്ന ഒരു മരണാനന്തര ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഈ ജനറൽ സെക്രട്ടറി, പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഈ മുഷാവറ യോഗം സംയുക്തമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അതുവരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല സമസ്തയുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള മുഷാവറ അംഗമായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർക്കാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കൂടിയാണത്. ഇന്നത്തെ മുഷാവറ യോഗത്തിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മുഷാവറ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അടുത്ത മുഷാവറയിൽ ഈ മരണാനന്തര ചടങ്ങുകൾ 40-ാമത്തെ ദിവസം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം തീരുമാനിക്കാം എന്നുള്ളതാണ് മുഷാവറ സംയുക്തമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇന്നിപ്പോൾ സമസ്ത മുഷാവറയിൽ സംഭവിച്ചിരിക്കുന്നത് സമസ്തയിലെ തന്നെ ലീഗ് അനുകൂലിയായിട്ടുള്ള ഹംസ ഫൈസി ഹൈത്തമി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ സമസ്തയുടെ മലപ്പുറം ജില്ലാ മുഷാവറ അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ വെച്ച്, വാഫി അലൂമിനി എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വെച്ച് ഇദ്ദേഹം സംസാരിച്ച പല പ്രസ്താവനകളും പരാമർശങ്ങളും അത് സമസ്തയുടെ തന്നെ സംഘടനയുടെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന രീതിയിലുള്ള പരാതികളുണ്ടായിരുന്നു. ഈ പരാതികളെ തുടർന്ന് ജില്ലാ മുഷാവറ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം ഇദ്ദേഹത്തെ സമസ്തയുടെ മലപ്പുറം ജില്ലാ മുഷാവറ അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇദ്ദേഹം സമസ്തയിലെ തന്നെ ലീഗ് അനുകൂലിയായ നേതാവാണെന്നുള്ളതാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഈ പരിപാടിയിൽ വെച്ച് സമസ്തയുടെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഇദ്ദേഹം സംസാരിച്ചു എന്നുള്ളതായിരുന്നു പല ദിക്കുകളിൽ നിന്നായി ഉയർന്ന ആരോപണങ്ങൾ, പരാതികൾ. അതേസമയം ഇദ്ദേഹത്തെ അനുകൂലിച്ചും ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ സംഘടനാ തലത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു. അതായത് സമസ്തയുടെ ജില്ലാ മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്ന കാര്യത്തിലും താൽക്കാലിക ചുമതല MT അബ്ദുള്ള മുസ്ലിയാർക്ക് നൽകിയിട്ടുണ്ട്. ഈ ചടങ്ങുകൾ നടന്നതിനു ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർ, ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള വയ്യോട് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. അത് ഈ ദിവസങ്ങൾക്ക് ശേഷം സംഭവിക്കും. പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്പെൻഷൻ. ഇന്നലെ സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ യോഗം ഹംസ ഹൈത്തമിയുടെ കാര്യം തീരുമാനമായി എന്നറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ ജില്ലാ മുഷാവറയിൽ നിന്ന് പുറത്താക്കിയപ്പോഴാണ് അയാൾ അങ്ങനെ ഒരു സ്ഥാനത്തുണ്ടായിരുന്നു എന്ന് പലരും അറിയുന്നത്. എന്തിനാണ് പുറത്താക്കിയതാണ് രസം. സമസ്ത ജംഇയ്യത്തുൽ ഉലമ CIC വിഷയത്തിൽ നിലപാടെടുത്തു. ആലിക്കുട്ടി ഉസ്താദ് അതിനെ പിന്തുണച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. ആ ഉസ്താദ് സംഘടനാ തടവിലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വമേധയായുള്ള നിലപാടല്ല, തീരുമാനമല്ല, ഭാഷാ ശൈലിയല്ല, കത്തിലെഴുതിയ പ്രയോഗം അദ്ദേഹത്തിൻ്റെതല്ല. പണ്ട് കണ്ണിയത്ത് ഉസ്താദിന് അത്തുംപിത്തുവാണെന്ന് പറഞ്ഞിരുന്നൊരു ടീമുണ്ടായിരുന്നു. എന്നതുപോലെ ചിലരൊക്കെ ആക്ഷേപിച്ചപ്പോൾ അത് ഞാൻ സ്വയബുദ്ധി കൊണ്ട് പറഞ്ഞതാണ് എന്ന് കണ്ണിയത്ത് ഉസ്താദ് ഏറ്റു പറഞ്ഞതുപോലെ ആലിക്കുട്ടി ഉസ്താദിനും അത് തിരുത്തി, അത് ഞാൻ തന്നെ പറഞ്ഞതാണ്, അത് എന്റേത് തന്നെയാണ് എന്ന് പറയേണ്ടി വന്നു. അങ്ങനെ പറയിപ്പിച്ചു. അത്തരക്കാരായ ശത്രുപക്ഷത്ത് സമസ്തയെ നിർത്തിയിട്ടുള്ളവർക്ക് ഓശാന പാടാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് ആലിക്കുട്ടി ഉസ്താദിനായിരുന്നു പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പിന്നെ ഫിഖ്ഹുൽ മുയസ്സർ ഉയർത്തിപ്പിടിച്ച് അതിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ ആൾ MT അബ്ദുള്ള മുസ്ലിയാരാണ്. സംസ്ഥയുടെ താൽക്കാലിക സെക്രട്ടറി ചുമതല ലഭ്യമായിട്ടുള്ള ഉസ്താദ്. അപ്പോൾ ഉസ്താദ് ആ കിതാബ് കണ്ടിട്ട് പോലുമില്ല എന്നാണ് ഇദ്ദേഹം ആരോപിച്ചത്. ആരോ ഉസ്താദിന് മൂട്ടിക്കൊടുത്തതാണ്. എന്താണെങ്കിലും ഉസ്താദിന്റെ യോഗ്യതക്കനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ വന്നു. ജാമ്യ ഉമ്മുൽ മദാരിസ് എന്നറിയപ്പെടുന്ന വിഖ്യാതമായ, നമ്മൾ പറയാറുണ്ടല്ലോ, തെന്നിന്ത്യയിലെ തന്നെ അത്യുന്നത മതകലാലയം, ആ കലാലയത്തിലെ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത് നമ്മൾ കണ്ടു. ഹംക്ക്, കള്ള, ചേറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. 4 ആളറിയാത്ത ജില്ലാ മുഷാവറയിൽ നിന്നല്ല ഇയാളെ പുറത്തെറിയേണ്ടത്. മറിച്ച് ഭാവി തലമുറക്ക് ആത്മീയമായി നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന
ജാമ്യനൂരിയെ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ വെച്ചുപുറപ്പിക്കാൻ പാടില്ലാത്ത പ്രയോഗങ്ങളും അപരാധങ്ങളുമാണ് ടിയാനെ പോലെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇനി അദ്ദേഹത്തിന്റെ പുഷ്കലമായ ഒരു കാലം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ആ ഒരു സന്തോഷം പ്രിയപ്പെട്ടവരെ പങ്കുവെക്കുകയാണ്. അദ്ദേഹം പിന്നെ CIC ഒരുപാട് ന്യായീകരിച്ചു. വാഫികൾ പാവം ഈ സാധുവിനിട്ട് പണി കൊടുത്തു. അവർ നേരത്തെയും പല ആളുകളെയും സമീപിക്കുകയും ചില സംസാരങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും അവർക്ക് വിധേയപ്പെട്ടു പോകേണ്ടി വരുന്നത്. അത് പല സംഗതികളും പുറത്തു വന്ന സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞു പോയല്ലോ. ഇപ്പോഴും പലതും ഉണ്ട്, പലതും അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ പേടിച്ചിട്ട് തന്നെയാണ് പലരും അവർക്ക് മുമ്പിൽ വിനീത വിധേയരായി ഇങ്ങനെ പിന്നെ മുട്ടുമടക്കി ഇരുന്നു കൊടുക്കുന്നത്. ഇത് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാനൊരു പ്രാസംഗികനൊന്നും അല്ല, വേദികളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ ഒരു അവസരമില്ലാത്തത് എന്നൊരു സങ്കടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി ഉസ്താദ് പരിതപിക്കട്ട, ഇനി അവസരങ്ങളുടെ പൂമാല നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. അവസരങ്ങളുടെ പൂമാലകൾ നിങ്ങളെ തേടി വരും, ഒരു സംശയമല്ല. കാരണം എന്താണെന്നറിയോ, അൽഹംദുലില്ലാ നമുക്ക് അഭിമാനത്തോടു കൂടെ പറയാം, സമസ്ത പുറത്തേക്കെറിയുന്ന ചവറുകൾ മുഴുവനും എടുത്ത് അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഒരു ടീം പുറത്തുണ്ട്, സുഹുകൾ. ആ സുഹുകൾക്ക് ഇനി നിങ്ങൾക്ക് വേദി കെട്ടലും വേദി ഒരുക്കലും ഒക്കെ ആയിരിക്കും അവരുടെ ജോലി. ഇനി പ്രാസംഗികനല്ല എന്നുള്ളൊരു വിഷയം പ്രയാസമൊന്നും ഉസ്താദിനെ അലട്ടേണ്ടതില്ല. നല്ലൊരു സാമാജിക അവസരമായിട്ട് കാണുക. പല വേദികളും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ട്, പ്രസംഗിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് പറയാൻ ഇങ്ങനെ മുട്ടി നിന്ന കാര്യങ്ങളൊക്കെ ഛർദ്ദിക്കാനുള്ള വേദി ഇനി നിങ്ങൾക്ക് കിട്ടും. അവിടെ യഥേഷ്ടം നിങ്ങൾക്ക് ആ വിസർജ്യങ്ങളൊക്കെ ഇനി വിളമ്പാവുന്നതാണ്. ഇത് വെറുതെ പറയല്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, പിന്നെ ഒരു ഖുർആൻ പ്രഭാഷകനെ, ഖുർആൻ ക്ലാസ് എടുത്തിരുന്ന ഒരുപാട് ശിക്ഷകണങ്ങൾ ഉണ്ടായിരുന്ന ഉസ്താദിനെ താൽക്കാലികമായി സമസ്ത ചില അച്ചടക്ക നടപടികൾക്ക് വിധേയനാക്കി സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തെ എടുത്തു നടന്നിരുന്നത് ആരാ? എല്ലാവർക്കും അറിയാലോ, റഹ്മത്തുള്ള ഖാസിം ഉസ്താദ് ചില സ്ഖലിതങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് വേദി കെട്ടാൻ നടന്നത് ആരാ? ശത്രുക്കൾ എന്ന് പറഞ്ഞ സമസ്തയുടെ പ്രകടമായ ശത്രുക്കൾ. ഇന്നത്തെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ തന്നെ പ്രയോഗം കടമെടുത്ത് പറഞ്ഞാൽ സുഹുകൾ. ആ സുഹുകൾ വേദി കൊടുത്തല്ലോ. വേദി കൊടുത്ത് സമസ്ത തള്ളുന്ന എല്ലാ ചവറുകൾക്കും വേദി കൊടുക്കുന്നത് അത് തങ്ങളുടെ ഒരു കടമയോ കടപ്പാടോ ഒക്കെ ആക്കി കൊണ്ടു നടന്നിരുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹം നിങ്ങളെയും കാത്തിരിക്കുകയാണ്. ഹക്കീം ഫൈസി ആദർശേരിയെ സമസ്ത തള്ളിയപ്പോൾ അദ്ദേഹത്തിൽ ചില വീഴ്ചകൾ വന്നു. അതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റിയ സംഗതികളായിരുന്നു. പക്ഷെ വേദി കൊടുത്തത് അങ്ങോട്ട് വഷളാക്കി. CICയുടെ കാര്യത്തിലും സമസ്ത എടുത്ത നിലപാട് തന്നെയായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഹക്കീം ഫൈസിക്ക് വേദി കൊടുക്കലായി, ഹക്കീം ഫൈസിയോടൊപ്പം വേദി പങ്കിടാനായി. തല മുതൽ വാലു വരെയുള്ള ആളുകൾ അതിന് മത്സരിക്കുകയായിരുന്നു കൂടെ കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് പണി ഹക്കീം ഫൈസിക്കെതിരെ CICക്കെതിരെ പറയുന്ന ആളുകളുടെ ട്രൗസർ അയക്കൽ തന്നെയായിരുന്നു പണി. ഇന്നിപ്പോ ട്രൗസർ ഇടാൻ പോലും നേരം കിട്ടാത്ത അവസ്ഥയിൽ പല വിഷയങ്ങളെ കൊണ്ട് ജാമായി. മീഡിയയുടെ മുമ്പിലും വരാൻ വയ്യ, പിന്നെ പൊതുയിടങ്ങളിലും പോകാൻ വയ്യ, ഒരു പ്രസംഗിക്കാൻ ഒരു വേദിയിലേക്ക് കയറാൻ വയ്യ. അപ്പോഴേക്ക് ഉറക്കത്തിൽ പോലും ഞെട്ടി ഉണരുകയാണ്. കാരണം ഈ ട്രൗസർ കൊണ്ടുണ്ടായ വള്ളിക്കെട്ട് ചെറുതൊന്നുമല്ല. അറബിക്കടലും കുടുങ്ങി, ട്രൗസറും കുടുങ്ങി. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാണെങ്കിലും അങ്ങനെ കുറച്ച് ആളുകൾ അദ്ദേഹത്തെ കൊണ്ടു നടന്നു. അതേപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ എഴുത്തുകാരനും ചിന്തകനും ഒക്കെ ആയിരുന്ന മുസ്തഫൽ ഫൈസി, അദ്ദേഹം കഴിഞ്ഞതിൻ്റെ മുകളിലെ തൃപ്പനച്ചി ഉറൂസിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അധിക്ഷേപിച്ച് ഉപമ കൊടുത്തത്. ഫസ്തഖിം കമാ ഉമിർത്, നബിയെ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ, ഇല്ലേ, അപ്പുറവും തിരിയാനും മറിയാനൊന്നും നിൽക്കേണ്ട, റുജുവായ മാർഗം, നിങ്ങൾ സ്ട്രൈറ്റ് പാത്തിൽ സ്റ്റേണായി നിൽക്കണം എന്ന് ഖുർആൻ പറഞ്ഞതിനെ യാ റബ്ബെ എങ്ങനെ നമ്മളത് പറയാം? മഅദല്ലാഹ്, അങ്ങനെ ഒരു പദപ്രയോഗം എങ്ങനെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ സമസ്ത പുറത്താക്കി. പിന്നെ സമസ്തയുടെ അധ്യക്ഷനെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതിന് ന്യായീകരണങ്ങളൊക്കെ വന്നു. അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ പിന്നെ അയാൾക്ക് വേദി കെട്ടലായി പരിപാടി. പിന്നെ മൂപ്പറെ വിളിച്ചുകൊണ്ടുവരിക, മൂപ്പർക്ക് അവസരങ്ങൾ കൊടുക്കുക, നല്ല പിന്നെ കൊഴുപ്പിച്ച അനൗൺസിലൂടെയൊക്കെ മൂപ്പരെ ക്ഷണിക്കുക. ആയിക്കോട്ടെ, നടക്കട്ടെ കാര്യങ്ങൾ. ഏതാണെങ്കിലും ബഹുമാനപ്പെട്ട ഹൈതമി ഉസ്താദെ, അൽഹംദുലില്ലാ, നാലാളറിയാത്ത സമസ്ത ജില്ലാ മുഷാവറയിൽ നിന്നാണല്ലോ ഇപ്പൊ നിങ്ങളെ മാറ്റി നിർത്തിയത്.
അപ്പോൾ നിങ്ങൾ മുഷാവറ അംഗമൊക്കെയാണ്, അതൊക്കെ ഒന്ന് 4 ആളുകൾക്ക് അറിയാനുള്ള ഒരു അവസരമായി. പക്ഷെ ഇനി അങ്ങനെയല്ല, ഇനി പൊളിക്കും. ഇനി സംഭവാമി യുഗ. കാരണം ഇനി ഈ പറഞ്ഞ ടീമുകൾ മുഴുവൻ നിങ്ങൾക്ക് വേദി ഒരുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ വേദിയിൽ എന്തെല്ലാം പറയാൻ ബാക്കി വെച്ചോ അതെല്ലാം ഇനി നിങ്ങൾക്ക് വിളമ്പാനുള്ള അവസരമാണ്. അങ്ങനെ വിളമ്പുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നേരത്തെ ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ ആലിക്കുട്ടി ഉസ്താദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി പറയുമ്പോൾ നമ്മളെ ബൾബ് കച്ചവടമൊക്കെ പുറത്തു വന്നല്ലോ. അതുപോലെ നൂരിഷാ ത്വരീഖത്തിന്റെ കുറച്ച് സാധനങ്ങൾ പുറത്തു വരാനുണ്ടല്ലോ. അത് മാത്രല്ല, ഇനി എന്താ യമനുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഗതികളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പൊ നമ്മുടെ അമിത യോഗ്യത പട്ടിക്കാട് ജാമിയ നൂരിയ പോലെയുള്ള ഒരു സ്ഥാപനത്തിലിരുന്ന് കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള നമ്മുടെ അധിക യോഗ്യത എന്താണ് എന്ന് കൂടുതൽ നമുക്ക് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാകും. ഏതായാലും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഉസ്താദ് പൊളിക്കും.